ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ കാപ്പിക്ക് കഴിക്കാൻ ഉണക്കപ്പയാണ്. ഉണക്കപ്പ തേങ്ങയൊന്നും അരച്ച് ചേർക്കുന്നില്ല, ചുമ്മാ ചിരണ്ടി ഇട്ടിട്ട് പിന്നെ കടായിലൊക്കെ വെക്കുന്നതിൻ്റെ കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ വെളുത്തുള്ളി സവോള ഒക്കെ വഴറ്റി അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി എടുക്കുവാണേ. പിന്നെ തലേദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ അത് ഇച്ചിരി ഗ്രേവി ചേർക്കണം. പിന്നെ എണ്ണ കുറവായിരുന്നു, എണ്ണ ഞാൻ കുപ്പിലോട്ട് ഒഴിച്ച് വെച്ചു. അതിനുശേഷം ചിക്കൻ കറിയിൽ ചേർക്കാനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടെ മൂപ്പിച്ച് ചേർത്തു. സവോളയും ചേർക്കുന്നില്ല കേട്ടോ, ആവശ്യത്തിന് ഇട്ടതായിരുന്നു. പിന്നെ ചാറിന് ഇച്ചിരി കൊഴുപ്പും കൂടെ കൂടാൻ വേണ്ടി ഞാൻ പിന്നെ ചാറ് കുറവായിരുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ശകലം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ അപ്പത്തിന് കപ്പയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റ്, അരച്ച് ചേർക്കണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ചുകൊണ്ട് വന്ന് കുറച്ച് പാലൊക്കെ കൊടുത്തു. അവൻ തന്നെ കുടിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അടുക്കളയിൽ വന്ന് ഭയങ്കര നാശം. ഇത് അരിപ്പാത്രം കേട്ടോ, അതിൻ്റെ അകത്ത് അരി ഇപ്പോൾ ഇട്ട് വെച്ചിട്ടില്ല. കാരണം ചാക്കിൻ്റെ അകത്ത് നിറച്ച് ഇരിക്കുമായതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ പൊക്കാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടൊന്നും വെച്ചില്ലായിരുന്നു. പിന്നെ അവനത് ഉരുട്ടിക്കൊണ്ട് നടക്കലാണ് ഇപ്പോൾ പ്രധാന പരിപാടി. അടുക്കളയിൽ നിന്ന് മാറുകയില്ല. അടുക്കള വന്ന് ഭയങ്കര നാശമാണ്. ഉള്ള പാത്രം ചട്ടിയും കലവും എല്ലാം ഭരിക്കൊണ്ട് പോകും. പിന്നെ സ്പൂണൊക്കെ കണ്ടില്ലെങ്കിൽ അവിടെ അടുത്തൊരു കുടം ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി, അതിൻ്റെ അകത്തൊക്കെയാണ് കൊണ്ടുവിടുന്നത്. പിന്നെ വട്ടം കറങ്ങിയൊക്കെ കളിക്കുമായിരുന്നു. കളിക്കുന്നിടയ്ക്ക് ഒന്ന് വീണു, പക്ഷെ ഒന്നും പറ്റിയില്ല. ഞാൻ പിന്നെ കണ്ട ഭാവം നടിച്ചില്ല, പിന്നെ തന്നെ എഴുന്നേറ്റ് വന്നു. പിന്നെ കാറിക്കൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കും. അടുക്കളയിലാണ് പ്രധാന കളിസ്ഥലം. വിറകും അതെല്ലാം പാരിക്കൊണ്ടൊക്കെ ഇടയ്ക്ക് പോവേ. പക്ഷെ എൻ്റെ കളികൾ കാണാൻ നല്ല രസമാണ്. ഞാൻ അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിയൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. നൈസായിട്ട് പാത്രവും തവിയും എല്ലാം എടുത്തുകൊണ്ട് പോകും കേട്ടോ. അതാ ഇഷ്ടം. പിന്നെ കളിപ്പാട്ടൊന്നും അങ്ങനെ വേണ്ട. പിന്നെ എന്നാ സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അങ്ങനെയൊന്നും വേണ്ട. പിന്നെ എപ്പോഴും ടർക്കിയും കാണും കൂടെ. പക്ഷെ ഇന്ന് എന്നാണ് ടർക്കി എടുക്കാൻ മറന്നു പോയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ടർക്കിയും കൊണ്ടാണ് നടക്കുന്നത്. ടർക്കിയും വെച്ചിങ്ങനെ ഒരു കൈ വായി വെച്ചിങ്ങനെ മൂഞ്ചിക്കൊണ്ടിരിക്കും. അതെന്ത് സ്വഭാവമാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ആ സൈഡിലിരിക്കുന്ന കുടത്തിലാണ് തവിയും പാത്രവും എല്ലാം കൊണ്ടിടുന്നത്. പിന്നെ ഞാൻ മിറ്റമൊക്കെ അടിക്കാൻ പോയത്തിന് സമയത്ത് പിന്നെ ചേട്ടായി കുറച്ച് പാത്രങ്ങളൊക്കെ എനിക്ക് കഴുകി തന്നു കേട്ടോ. കാരണം എല്ലാം കൂടെ ഒരുമിച്ച് എനിക്ക് നടക്കുകയില്ലായിരുന്നു. കാരണം അകത്തെ പണിയും പുറത്തെ പണിയും കൂടെ നല്ല പണിയുണ്ട് ഇവിടെ. പിന്നെ ചേട്ടാ ഇടയ്ക്കൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പാത്രം മാത്രം ഒന്ന് കഴുകി തന്നു. പിന്നെ എന്നാ പണി ചെയ്താലും ഇവിടെ ഫോൺ വെച്ച് പഴയ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നെ രാവിലെ വലിയ തെളിച്ചമൊന്നുമില്ല, വെയിലൊന്നുമില്ല, മഴമൂടലാട്ടോ. കാക്കയൊക്കെ വന്നപ്പോൾ ഭയങ്കര കരച്ചിലാണ് മരത്തിലിരുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ പറന്ന് പോയി, പേടിച്ച് പോയി കേട്ടോ. പിന്നെ എൻ്റെ ചെടിയൊക്കെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്. ഹാങ്സ് ആണ് ഇത്, ഞാൻ അവിടെ വെച്ചിരുന്ന, പക്ഷേ ഇപ്പം തൂക്കിയിട്ട് ചേട്ടായി. പിന്നെ ഒരു വള്ളി കെട്ടി ഇതെല്ലാം ഹാങ് ചെയ്ത് വെച്ചേക്കുവാണ്. നല്ല രസം. എൻ്റെ പൂക്കൾ ഒരെണ്ണത്തേൽ ചുമല പൂവ്, ഒരെണ്ണത്തെ റോസ്. ഈ ചെടിയാണ് എൻ്റെ ഫേവറേറ്റ്. നല്ല രസമാണ് ഇതും. ഇങ്ങനെ തൂങ്ങി വളർന്ന് കിടക്കുന്നതാണ് നല്ല ഭംഗി കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ വളർന്ന് തൂങ്ങി വരുന്നതാണ്. ഞാൻ ഇറങ്ങിപ്പോയിരുന്നുണ്ട്, അതൊരു കുഞ്ഞൻ ചാടി മുറ്റത്ത് ഇറങ്ങി കേട്ടോ. അവൻ എവിടെയായാലും എൻ്റെ ഒച്ച അനക്കം കേട്ടില്ലെങ്കിൽ പുറകെ വരും. പിന്നെ ഇതെല്ലാം ചേട്ടാടി ചെടികളാണ് കേട്ടോ, ചേട്ടാ കൊണ്ട് നട്ടത്. പിന്നെ കപ്പയൊക്കെ വളർന്നു വന്നതും മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഇടക്കൃഷിയായിട്ട് ഞാൻ പിന്നെ ചീരയും പിന്നെ വഴുതനയും നട്ടു വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ നിൽക്കുന്നത് കാണാൻ. പിന്നെ സൂര്യകാന്തി നട്ടിട്ടുണ്ട്. ഇത് പിന്നെ ചെത്തിയാണ്, മഞ്ഞ കളറാണ് കണ്ടോ. വഴുതനയൊക്കെ അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ ഇത് 2 മണി പ്ലാന്റ് കേട്ടോ, ഇതും ചേട്ടായി നട്ടു വെച്ചതാണ്. അതൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ ഇതിന് മണി പ്ലാന്റിൻ്റെ ആ നീളത്തെ തണ്ട് ഒടിച്ച് ഞാൻ പെരയ്ക്കകത്തും വെച്ചിട്ടുണ്ട്, തിണ്ണയിലും വെച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, പൈസ വരാൻ വേണ്ടിയൊക്കെയാണ്. പക്ഷേ എനിക്കെന്തൊരു മാറ്റവും കാണുന്നില്ല. താഴത്തെ ചേച്ചിയാണ് പറഞ്ഞു തന്നെ ഇങ്ങനെ വെച്ചാൽ മതി നല്ലതാണെന്നേ. പിന്നെ ഒരു 11:30 ആയപ്പോഴത്തേനും ഞങ്ങൾ പിന്നെ കഴിക്കാൻ വേണ്ടി ഇരുന്നു. എല്ലാ ദിവസവും കാപ്പി കുടിക്കുമ്പോഴത്തേനും താമസമാണ് കേട്ടോ. കാരണം പണിയെല്ലാം തീർത്ത് മേലൊക്കെ കേട്ട് എൻ്റെ മുഖം എന്നാണ് ഇടിമിച്ചിരിക്കുകയാണ് 2 ദിവസമായിട്ട്. ഒരു സുഖമില്ല. എന്നാൽ ഓരോ ജീവിതത്തിൽ ഓരോരോ വിഷയങ്ങളൊക്കെ കാരണം ഭയങ്കര മനപ്രയാസം ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്താണോ എൻ്റെ മുഖത്തിനും ശരീരത്തിനും ഒരു സുഖമില്ലാത്ത പോലെയായി. ഞാൻ മുഖം ഒക്കെ ഇടിപ്പിച്ച് മേക്കപ്പ് ഇട്ടിട്ട് പോലും എൻ്റെ മുഖത്ത് ഒരു ഇടുമ്മലായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ തലേദിവസമാണെങ്കിൽ ഒരു അലർജിയുടെ ഗുളികയും കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണോന്ന് അറിയത്തില്ല, ഉറക്കപ്പിച്ച പോലെ എൻ്റെ മുഖം ഇരുന്നു. പിന്നെ ചേട്ടായും കുഞ്ഞിനും കൂടെ ഒരുമിച്ച് നിന്നാണ് കാപ്പി കുടിക്കുന്നത്. കുഞ്ഞിനെ നൈസായിട്ട് വന്ന് കപ്പം പിടിച്ച് തിന്നുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തന്നെ കൊടുത്താലൊക്കെ അടിച്ച് വാരി കളയും. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വാരി കൊടുക്കലാണ് പതിവ്. പിന്നെ ചേട്ടായിക്ക് വീഡിയോയ്ക്കകത്തൊന്നും വരാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മുഖമൊന്നും കാണിക്കാത്തത്. പിന്നെ ചേട്ടായി അറിയാതെയൊക്കെ ഞാൻ എടുക്കുന്നതാണ് വീഡിയോയിൽ മുഖമൊക്കെ കാണിക്കുന്നത്. പിന്നെ ഉച്ചക്കത്തേനുള്ള പരിപാടി തുടങ്ങി. കഞ്ഞി ഇടണമായിരുന്നു. അരി കഴുകി ഒരു 5-6 പ്രാവശ്യം കഴുകണം കേട്ടോ, കാരണം നല്ല ചുമല കളറുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ അരി കഴുകി ഇങ്ങനെ വെളുത്ത് വരണം, അതുവരെ ഞാൻ കഴുകും കേട്ടോ. അതിപ്പോൾ എത്ര കഴിച്ചാന്നൊന്നും പറയാൻ പറ്റുകയില്ല, നല്ല രീതിയിൽ കഴുകും. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേന് വള്ളിപ്പയർ തോരനും വെച്ചു, മീൻ വറുത്തു, മീൻ കറിയും വെച്ചു കേട്ടോ. കിളിമീനായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.